സ്വാഗതം. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ അതിലൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പം വരുമ്പോൾ, എങ്ങനെ ഒരു കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ക്ലാരിറ്റി നേടാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ടാരോ അബണ്ടൻസ് കോച്ചാണ്. അതായത് കേരളത്തിലെ 1,00,000 ആളുകൾക്ക് വ്യക്തതയോടുകൂടി അബണ്ടൻസോടുകൂടി ജീവിതം നയിക്കാൻ സഹായിക്കുക ടാരോയിലൂടെ എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ടാരോ പഠിപ്പിക്കുന്ന ആളാണ്. താങ്കൾക്കും ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് എങ്ങനെ ഒരേ ഒരു കാർഡ് ഉപയോഗിച്ച് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്തിനാണ് ഞാൻ താങ്കളെ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ പലരും ടാരോ പഠിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ടാരോ കാർഡ് വാങ്ങാറുമുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബിൽ പോയി ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന പോലെ പല വീഡിയോസ് കാണും. പല വീഡിയോസിലും റിലേഷൻഷിപ്പിൽ കാണുമ്പോൾ കുറേ കാർഡുകൾ അവർ നിരത്തി വയ്ക്കും. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അഡ്വാൻസ്ഡ് റീഡേഴ്സ് മൾട്ടിപ്പിൾ കാർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റീഡ് ചെയ്യുന്നത്. താങ്കളാണെങ്കിലോ തുടക്കക്കാരനായിരിക്കും. നമുക്ക് ഒന്നിൽ രണ്ട് മൂന്ന് കാർഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് എന്താണ് പറയുന്നത്, ഏതാണ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ നമ്മളൊരു പുസ്തകം മേടിച്ച് റെഫർ ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ തന്നെ ഒരു പുസ്തകം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇനി എളുപ്പത്തിൽ ടാരോ പഠിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളത് റെഫർ ചെയ്യും. അപ്പോഴും നമുക്ക് എന്ത് പറ്റും, ഒരുപാട് കാർഡുകൾ എടുത്തു വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതായത് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് നമ്മൾ പോകും, വ്യക്തതയിലേക്ക് പോകാതെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത്. ഇത് തുടക്കക്കാരായിട്ട് ടാരോയുടെ ആദ്യ ചുവടുകൾ വെച്ച് വരുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ. അപ്പോൾ പലപ്പോഴും നമുക്ക് എന്താ പറയുക, റിലേഷൻഷിപ്പിൽ ഉദാഹരണത്തിന് റിലേഷൻഷിപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാരേജ് ആവും. ഓക്കെ, ഒരു ഭാര്യയും ഭർത്താവും എന്ന് തന്നെ കരുതുക. അവരൊരു വിവാഹത്തിൽ 10-15 വർഷമായിട്ടുണ്ടെന്ന് കരുതുക. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, പഴയ പോലെ അവരുടെ ജീവിതത്തിൽ ഒരു വാംത്തില്ല. ഓക്കെ, ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു, ആവശ്യത്തിന് കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അല്ലാതെ അവരുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന റൊമാൻസ് ഒന്നുമില്ല എന്ന് സങ്കല്പിക്കുക. അതായത് ഇവരുടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു വാംത്തില്ല, ഒരുമിച്ച് എവിടേക്കും പോകാറില്ല. രണ്ടുപേരും ചിലപ്പോൾ രണ്ട് സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും സമയം കമ്മ്യൂണിക്കേഷൻ്റെ കുറവായിരിക്കും. വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാറില്ല, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ മറ്റേ വ്യക്തി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ആശയവിനിമയത്തിലൊരു ഇത് വരുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ തോന്നും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, എന്താണിത്, എവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അറിയേണ്ടത്, അതായത് ഒരു സോളിഡ് റിലേഷൻഷിപ്പ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ടാരോ കാർഡ് എടുക്കണം. ഓക്കെ, ഇതിൽ 78 കാർഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി, 78 കാർഡ് ഉണ്ടാവും. നമ്മളതിങ്ങനെ ഷഫിൾ ചെയ്യണം. ഷഫിൾ ചെയ്തതിന് ശേഷം ഒരിക്കലും ഒരു കൺഫ്യൂസ്ഡ് മനസ്സിൽ ടാരോ വായിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കൺഫ്യൂസ്ഡ് മനസ്സിൽ നമുക്കൊന്നും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. വ്യക്തതയുള്ളൊരു മനസ്സ് കിട്ടണം. വ്യക്തതയുള്ള മനസ്സ് കിട്ടാൻ ഏറ്റവും നല്ലത്, നമ്മൾ രാവിലെ നേരത്തൊക്കെ നമ്മൾ മനസ്സ് കുറച്ച് കാമായിരിക്കും. ഇനി വൈകുന്നേരമാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 3-4 ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യണം. അപ്പോൾ ബ്രീത്ത് ഇൻ ചെയ്തോളൂ. ബ്രീത്ത് ഇൻ ഹോൾഡ് ചെയ്യണം, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യണം. അങ്ങനെ നമ്മളൊരു 5-6 തവണ ചെയ്ത് ശരീരം മനസ്സൊന്ന് കാമാക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ പറയുക, യൂണിവേഴ്സിനോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നു. അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ടാരോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാർഡ് താര വയ്ക്കുന്നു, എന്നിട്ട് നമ്മളിതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, കാരണം ടാരോ നമ്മളിങ്ങനെ, ഞാനിപ്പോൾ ക്യാമറ മാറ്റുന്നില്ല, സ്പ്രെഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ റിലേഷൻഷിപ്പ്. ഒരു കാർഡേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആ കാർഡിൽ കൃത്യമായിട്ടൊരു ഉത്തരമുണ്ടെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് ഉത്തരം തരുന്നു. കൃത്യമായിട്ടുള്ള ഉത്തരമില്ലെങ്കിൽ യൂണിവേഴ്സ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും അപ്പം തന്നെ ഉത്തരമൊന്നും കിട്ടില്ല. ടാരോ എന്ന് പറയുന്നത് ChatGPT ഒന്നുമല്ല. അതുകൊണ്ട് ചിലപ്പോൾ സമയമെടുത്തിട്ട് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാർഡ് പിക്ക് ചെയ്യാം. ഏത് കാർഡാണ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് എൻ്റെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് നമ്മൾ നോക്കുന്നു. നമുക്കൊരു കാർഡ് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ കാർഡിൽ കിട്ടിയത് ഈ കാർഡാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും നമുക്ക് ഈ കാർഡിലേക്ക് സൂക്ഷിച്ച് നോക്കാം. എന്താണ് ഈ കാർഡ് കാണുന്നത്? എന്താണ് ഈ കാർഡിൽ കാണുന്നത്? കുറേ സ്വർണ്ണ നാണയങ്ങൾ ഒരു മരത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് കാണുന്നത്? ഈ ഭാഗം പശ്ചാത്തലത്തിൽ ഒന്നുമില്ല. ഓക്കെ, മേഘങ്ങളൊന്നുമില്ല. ഒരു വ്യക്തി ഒരു മര സ്റ്റൂളിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അയാൾ എന്ത് ചെയ്യുന്നു? കയ്യിൽ ചുറ്റികയുണ്ട്, മറ്റേ കയ്യിലൊരു ഉളിയുണ്ട്. ഒരു കോയിനിൽ അയാൾ ഒരു സ്റ്റാർ കൊത്തിക്കൊണ്ടിരിക്കുന്നു. താഴെ ഇവിടെ ഒരു കോയിൻ വെച്ചിട്ടുണ്ട്, അത് മുഴുവനാക്കാനുള്ളതാണ്. അതായത് നമ്മളെ നാട്ടിൽ പപ്പടമൊക്കെ തേച്ച് ഉണക്കാൻ വെക്കുന്ന മാതിരി, മരത്തിലെല്ലാം ഉണക്കാനിടുക ഞാൻ പറയുന്നത്, അതായത് അല്ലെങ്കിൽ പെയിൻറ് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുന്ന മാതിരി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിൽ കാണുന്ന എന്താണ്? ഈ വ്യക്തി മറ്റൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം തൊഴിലിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഹീസ് വർക്കിംഗ് റിയലി ഹാർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വ്യക്തിയുടെ, കാരണം ഫോക്കസ് തെറ്റി കഴിഞ്ഞാൽ കൈ അടി, അറിയാലോ, ചുറ്റികയുടെ അടി കയ്യിൽ വിരലുകളും നമ്മൾ എന്നിട്ട് ഒളിയിടേണ്ടി വരും.
അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഈ കാർഡിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെങ്കിൽ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന, മണി വരുന്ന, അതായത് റുട്ടീനായിട്ട് ഇങ്ങനെ പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്, നമ്മൾ നമ്മുടെ ജോലിയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു, ആ വ്യക്തി ഫോക്കസ് ചെയ്തിരിക്കുന്നു. അതായത് ഇപ്പോൾ പണം ഉണ്ടാക്കേണ്ട ഊർജ്ജമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ദർ ഇസ് എ ടൈം ടു റീപ്പ്, ടൈം ടു സോ എന്ന് പറയും. അതായത് വിതയ്ക്കാനൊരു സമയമുണ്ട്, കൊയ്യാനൊരു സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ പണം ഉണ്ടാക്കാനൊരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. വേറെ ഒരു കുഴപ്പവുമില്ല. നമുക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്താൽ പണം വരില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് പണം ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളെ തന്നെ ഒരുപാട് എന്താ പറയുക, ആളുകൾ വിദേശത്തും ഒക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി. ഒരുപാട് പേര്, ഒരാൾ സാക്രിഫൈസ് ചെയ്യണം, മറ്റേ ആൾ നാട്ടിലിരുന്ന് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ള ഭാവി, നമ്മുടെ മക്കളുടെ പഠിപ്പ്, അവരുടെ വിവാഹം, അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദേ സാക്രിഫൈസ് എ ലോട്ട്. കാരണം അവർക്ക് അവരുടെ പാർട്ട്ണറോട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് നടക്കുന്നു. അല്ലാതെ ഇവിടെ വേറെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്കോ ഒന്നും ഒരു സ്കോപ്പില്ല. അപ്പോൾ നമുക്കവിടെ ഒരു ക്ലാരിറ്റി കിട്ടി. ഇനി നമുക്ക് അതേ ഇതിൽ വേറൊരു ഇതിൽ നോക്കാം. ഓക്കെ, അതായത് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഒരു വൈഫിന് സംശയം എന്ന് കരുതുക. അതായത് ഭർത്താവിന് വേറെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ പൊതുവേ നിങ്ങൾക്കറിയാലോ, ടാരോയിൽ ഒരുപാട് ആളുകൾ റിലേഷൻഷിപ്പ്, അതായത് ഒന്നിൽ കൂടുതൽ ആളുകളുള്ള ബന്ധങ്ങൾ വരുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് സംശയം തോന്നിയിട്ട് അവർ വരികയാണ്. അപ്പോൾ അതായത് ചിലത് അവർക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു, പക്ഷെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പുകയുണ്ടെങ്കിൽ തീ ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെയോ നമുക്ക് ഒരു ഇതുണ്ട്, നമുക്കപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചോദ്യം ചോദിക്കും? നമ്മൾ വീണ്ടും കാർഡുകൾ എടുത്ത് വയ്ക്കുന്നു, എന്ത് ചെയ്യുന്നു? നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. കാല് രണ്ടും തറയിലുണ്ടാവണം കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ ഞാൻ കസേരയിലിരിക്കുന്നത്, നിങ്ങൾ കസേരയിലിരിക്കുന്നെങ്കിൽ ഇതിന് ഗ്രൗണ്ടിങ് എന്ന് പറയും. താഴെ നമ്മൾ 3 ചവിട്ടി ഓട്ടണം, തീർന്നേ തട്ടി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ബ്രേക്കൊക്കെ ചവിട്ടുന്ന മാതിരി കാറിൻ്റെ. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിങ് ചെയ്യുന്നതാണ്. ബ്രീത്തിങ് ചെയ്തു, എന്നിട്ട് നമ്മൾ ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ ബന്ധത്തിൽ, റിലേഷൻഷിപ്പിൽ ഞാൻ എന്താണ് കാണാത്തത്, അതിനെനിക്ക് കാണിച്ചു തരൂ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നോക്കുകയാണ്. നോക്കിയിട്ട് നമ്മളൊരു കാർഡ് എടുക്കുകയാണ്, എന്താണ് കാണാത്തത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ചാരിയറ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു വ്യക്തിയാണ് കാണുന്നത്, നമ്മുടെ മനോഹരനായൊരു സുന്ദരനായിട്ടുള്ള വ്യക്തി. അദ്ദേഹം ഒരു രഥത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമുക്ക് 2 ജീവികളെ കാണാം. കുതിരകളല്ല, സ്പിങ്സ് എന്ന് പറയുന്ന ജീവികളാണ്. അതായത് സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ജീവികളാണ്. ഈ വ്യക്തിയുടെ കയ്യിൽ കടിഞ്ഞാണില്ല, മനസ്സിൻ്റെ ഇതുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അതായത് എന്താണ് ഞാനിപ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ദിശാബോധം ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്, an ഐഡിയൽ മൈൻഡ് ഈസ് എ ഡെബിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയും. അതായത് ഐഡിയൽ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്നുമില്ല. ഐഡിയൽ എന്ന് പറഞ്ഞാൽ മടിയുള്ള മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണെന്നോ എന്താണ് മലയാളത്തിലെ തർജ്ജമ വരുന്നത്. അതായത് നമ്മളതിനാവശ്യമായിട്ടുള്ള നമുക്കൊരു നെഗറ്റീവ് തോട്ട് വന്നാൽ നെഗറ്റീവ് തോട്ടുകളെ വന്നുകൊണ്ടിരിക്കും. അതായത് ഇവിടെ ഒരു കുഴപ്പമില്ല, ഭർത്താവിനൊരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ തിരക്കാണ്, നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ഇത് വരികയാണ്. ഇനി നമുക്ക് എന്താ പറയുക, വേറെ കാർഡ് എടുത്ത് നോക്കാം. ഇത് എന്താണ് ഞാനിപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൽ കാണാത്തത്. അപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വരുന്നത്? അത് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. വളരെ സക്സസ്ഫുൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു കപ്പിൾസിനാണ് കാണുന്നത്. ഈ കാർഡും വളരെ സ്ഥിരതയുടെ കാർഡാണ്. അപ്പോൾ നമുക്ക് ഈ കാർഡുകളുടെ അർത്ഥം അറിയില്ലെങ്കിലും കാർഡ് കണ്ടാൽ നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതിൽ ഊർജ്ജം എത്രയാണ്, എത്ര പേരുണ്ട്, എന്ത് കളറാണ് ഇതിൽ വരുന്നത്, കളറിൻ്റെ ഇതെന്താണ്, ഈ ആളുകൾ എന്താണ് ചെയ്യുന്നത്, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ കാണാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു ശക്തിയാണ് നമ്മൾ കാണാതെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇങ്ങനെ നമുക്ക് എന്താ പറയുക, പല ചോദ്യങ്ങളും ഈ ടാരോട് സിമ്പിളായിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി വേറൊരു ചോദ്യം നമുക്ക് ചോദിക്കാം, ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ആരാണ്? ഓക്കെ, പൊതുവേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചില തേർഡ് പാർട്ടി എന്ന് പറയും, അതായത് ഒരു അനാവശ്യമായിട്ട് ചില ബന്ധങ്ങളിലൊക്കെ പെട്ടുപോയി എന്ന് കരുതുക. അപ്പോൾ ആ വ്യക്തികൾ വന്നിട്ട് പറയാറുണ്ട്, ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്, ഇനി ഞാനിപ്പോൾ ആരായി, എന്താ പറയുക, കറിവേപ്പിലയായോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ ബന്ധം മുന്നോട്ട് പോകണോ എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ ചോദിക്കാറുള്ളത്, ഞാൻ ഈ ബന്ധത്തിൽ ഇപ്പോൾ ആരാണ് ഒന്ന് ചോദിക്കാം. കാർഡുകൾ എടുക്കുന്നു, ബ്രീത്തിങ് ചെയ്യുന്നു, അതിനുശേഷം ഒരു സെക്കൻഡ് അതിനുശേഷം നമ്മളൊരു കാർഡ് എടുക്കണം, ഞാൻ ആരാണ് എന്ന് ചോദിച്ച് കാർഡ് എടുക്കുന്നു. നമുക്ക് നോക്കാം എന്ത് കാർഡാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കണം. കാർഡുകൾ ആദ്യം കാണുന്ന ആളുകൾക്ക് ഏറ്റവും വേണ്ടത് ഒബ്സർവേഷനാണ്. എന്താണ് ഈ കാർഡിൽ കാണുന്നത്? നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയോ അടുക്കി വെച്ചിട്ടുണ്ട്. 8 കപ്പുകൾ പോലത്തെ എന്തോ സാധനം അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വ്യക്തി നടക്കുന്നുണ്ട്, ചുവന്നതിൽ ഒരു വടി പിടിച്ചാണ് നടക്കുന്നത്. നമുക്ക് പശ്ചാത്തലത്തിൽ ഒരു കറുപ്പും ഒരു ഗോൾഡൻ കളറും കാണാം. ആകാശം ശ്രദ്ധിക്കണം, ആകാശത്തിൽ നമുക്ക്
രണ്ടെണ്ണം കാണുന്നുണ്ട്. ഒന്ന് സൂര്യനും സൂര്യനെ മറച്ചിരിക്കുന്ന ചന്ദ്രനും, അതായത് അങ്ങനെ വരുന്ന ഗ്രഹണ സമയമാണ്. ഗ്രഹണ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കറിയാലോ, ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല ഈ വ്യക്തി എവിടേക്കോ നടക്കുകയാണ്, കപ്പുകൾ അടുക്കി വെച്ച് നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നത്, എസ്പെഷ്യലി മുഖം കാണിക്കാൻ നടക്കുകയാണെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് വോക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബന്ധത്തിന് പുറത്തായി എന്നാണ് അർത്ഥം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പുകൾ അടുക്കി വെച്ച് നമ്മൾ അതിൽ നിന്ന് പുറത്തായി, നമ്മൾ വേറെ വഴിക്ക് പോകേണ്ട സമയമായി എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ക്ലാരിറ്റി നൽകാൻ ഈ ടാരോയ്ക്ക് പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകാൻ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഴിക്ക് തെറ്റായി പോയി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നേർവഴിക്ക് ചിന്തിക്കാനുള്ള ഒരു ടൂളാണ് ടാരോ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 3 മാസം മുതൽ ഒരു 6-7 മാസം വരെയൊക്കെയാണ് നമ്മൾ ടാരോയുടെ ഒരു റീഡിങ്ങിന് എനർജി ഉണ്ടാവുക. ടാരോയ്ക്ക് നമുക്ക് ജ്യോതിഷം പോലെ അങ്ങനെ നീണ്ടു നിൽക്കുന്നതല്ല. നമുക്ക് തന്നെ അറിയില്ല, ഒരു മരുന്ന് കഴിച്ചാൽ 6 മണിക്കൂർ ആണ്, 4 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും പനി വരും. മാക്സിമം 6 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മരുന്ന് കഴിക്കണം. അതേപോലെ ഈ ടാരോ റീഡിങ്ങും അതുപോലെ തന്നെയാണ്. ഒരു 3 മാസം ആണ് നമ്മൾ അതിൻ്റെ ഒരു നോർമൽ എനർജി സ്പാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ എനർജി മാറുന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് സ്വന്തം ഇതിലൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കാർഡ് റീഡിങ് വെച്ച് തുടങ്ങുന്നതാണ് നല്ലത്. നമുക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഞാൻ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ ചോദിക്കുന്നത്, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, ഞാനിതിൽ ആരാണ്, എന്താണ് ഞാനിപ്പോൾ കാണാത്തത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ജനറലായിട്ട് ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്താ പറയുക, നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്യുക, അറിയുന്നതാണ് ഞാൻ മറുപടി നൽകുന്നതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇനി ഇങ്ങനെയാണ് ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കരിയർ റീഡിങ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അണ്ടിൽ വി മീറ്റ്, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ്, സൈനിങ് ഓഫ്.